നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP മേധാവിയുമായ അജിത് പവാറിന്റെ മരണത്തിൽ ഗൂഢാലോചന ആരോപിച്ച കുടുംബം NCP നേതാവും മഹാരാഷ്ട്ര MLAയുമായ രോഹിത് പവാറാണ് ആരോപണം ഉന്നയിച്ചത്. പൈലറ്റിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതാണ് വിമാന അപകടത്തിലേക്ക് നയിച്ചത്. നിർബന്ധിത ലാൻഡിങ്ങിന് തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് പവാർ അവകാശപ്പെട്ടു. പൈലറ്റ് മദ്യപിച്ചിരുന്നോ എന്ന സംശയമാണ് രോഹിത് മുന്നോട്ട് വെച്ചത്. പൈലറ്റിന്റെ ആൽക്കഹോൾ ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നുവെന്നും വിമാനത്തിൽ കൂടുതൽ ഇന്ധനം നിറച്ചത് അപകട കാരണമായെന്നും രോഹിത് പവാർ പറയുന്നു. അനന്തരവനും NCP MLAയുമായ രോഹിത് പവാർ അപകടം നടന്ന ബരാമതയിലെ റൺവേ 29 ഏറ്റവും സുരക്ഷിതമാണെന്നും ഇവിടെ ലാൻഡിംഗ് ചെയ്യാൻ 2 തവണ ആവശ്യപ്പെട്ടിട്ടും പൈലറ്റ് റൺവേ 11നായി നിർബന്ധം പിടിച്ചുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വിമാനത്തിൽ കൂടുതൽ ഇന്ധന ടാങ്കുകൾ ശേഖരിച്ച് ബോംബിന് സമാനമാക്കിയതാണ് പലവട്ടം വിമാനം പൊട്ടിത്തെറിക്കാൻ ഇടയാക്കിയത്. വിമാനത്തിന്റെ ട്രാൻസ്പോർട്ടർ 1 മിനിറ്റ് മുൻപ് ഓഫ് ചെയ്തു. മാത്രമല്ല, വാർണിംഗ് സിസ്റ്റം പ്രവർത്തിച്ചില്ലെന്നും രോഹിത് പവാർ ആരോപിക്കുന്നു. പൈലറ്റിനെ മാറ്റിയതിലും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ് രോഹിത് പവാറിന്റെ ആവശ്യം. എല്ലാവരുടെ മനസ്സിലും ഇതൊരു അപകടമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന ചോദ്യമുണ്ട്. വിമാനത്തിൽ അധിക ഇന്ധന ടാങ്കുകൾ ഉണ്ടായിരുന്നോ? CCTV ദൃശ്യങ്ങൾ സ്കാൻ ചെയ്യണം. അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധം മാത്രമല്ല, ഒരു ബോംബായും പ്രവർത്തിക്കുന്നു. ഇന്ധനം ലഭിക്കാൻ പൈലറ്റിനോട് നിർദ്ദേശിച്ചോ? എന്തുകൊണ്ടാണ് അവർ മറ്റൊരു റൗണ്ട് എബൌട്ട് എടുക്കാത്തത്? ലാൻഡിങ്ങിന് ഒരു ബദൽ മാർഗം ഉണ്ടായിരുന്നോ? തുടങ്ങിയ ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ജനുവരി 27 വൈകുന്നേരം മുംബൈയിൽ നിന്ന് പൂനെയിലെത്താൻ ദാദ പോകേണ്ടതായിരുന്നു എന്നും പക്ഷേ എന്തുകൊണ്ടാണ് ഷെഡ്യൂൾ മാറ്റിയത്? അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹവും തയ്യാറായിരുന്നു. ഒരു ഉന്നത നേതാവ് അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം വൈകിയത് കൊണ്ടാണ് യാത്രാ പദ്ധതി മാറ്റിയത്. തുടർന്ന് 27 രാവിലെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ദാദ വിമാനയാത്രകളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. അതിൽ അദ്ദേഹം ഒരിക്കലും റിസ്ക് എടുക്കാൻ ആഗ്രഹിച്ചതുമില്ല. കൃത്യസമയത്ത് വിമാനത്താവളത്തിലെത്തി, പക്ഷേ വൈകിയാണ് പോയത് എന്നാണ് അജിത് പവാർ വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനും അന്വേഷണ ഏജൻസികളോട് പവാർ ആവശ്യപ്പെട്ടത്. AIB, UK, BEA, NTSB ഇവയിൽ ഏതെങ്കിലും ഒന്ന് സർക്കാർ അന്വേഷണത്തിന് പുറമെ അന്വേഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ അജിത് പവാറിന്റെ കുടുംബത്തെ അനുവദിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. വിമാന കമ്പനിയായ VSR വെർച്വൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്വേഷണം മന്ദഗതിയിലാണ് നീങ്ങുന്നത്. കൃത്രിമങ്ങൾ നടക്കുന്നതിന് മുൻപ് ഈ കമ്പനിയുടെ കൺട്രോളുകൾ സർക്കാർ റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജനുവരി 28-നാണ് ചാറ്റേഡ് വിമാനത്തിൽ സ്വന്തം മണ്ഡലമായ ബാരാമതിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ വിമാനം തകർന്ന് അജിത് പവാർ മരിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥനും ഫ്ലൈറ്റ് ക്രൂവും ഉൾപ്പെടെ മറ്റ് 4 പേർക്കും ജീവൻ നഷ്ടമായിരുന്നു. റൂറൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പബ്ലിക് റാലികളിൽ പങ്കെടുക്കാനിരിക്കവെയാണ് അജിത് പവാർ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടത്.